വെൽക്കം ടു ഡബിൾ ഹോസ് റിയലി ടേസ്റ്റി. ഇന്നത്തെ എപ്പിസോഡിൽ നമ്മൾ പരിചയപ്പെടുത്തുന്നത് 2 ഡിഷസ് ആണ്. അതെ, ബനാന പാൻകേക്ക് ആൻഡ് ഈന്തപ്പഴം ഫ്രിറ്റേഴ്സ്. പേരിൽ തന്നെ വളരെയധികം ഡിഫറൻസ് ഉള്ള ഒരു 2 ഡിഷസ് ആണ് ഇന്ന് നമുക്ക് ആൻറ്റി പരിചയപ്പെടുത്താൻ പോകുന്നത്. അപ്പം ഇത് പേര് പോലെ തന്നെ ഇതിന് എന്ത് സ്പെഷ്യാലിറ്റിയാണ് ഉള്ളതെന്ന് നമുക്ക് നേരിട്ട് ആൻറ്റിയുടെ അടുത്ത് ചോദിക്കാം. അപ്പം നമ്മൾ ഇന്ന് ആദ്യം ഉണ്ടാക്കാൻ പോകുന്നത് ബനാന പാൻകേക്ക് ആണ്, അല്ലേ ആൻറ്റി? ഒരു യാത്ര പോയിട്ട് വന്നിട്ട് ലേറ്റ് ആയിട്ട് കിടന്ന് ഉറങ്ങിയിട്ട് രാവിലെ എഴുന്നേൽക്കുമ്പോൾ വീട്ടമ്മയുടെ മനസ്സിൽ ഇന്ന് രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് എന്താണ് വേണ്ടതെന്ന് ഒരു വേവലാതിയായിരിക്കും. അവർക്കായിട്ടാണ് ഞാൻ ഈ എപ്പിസോഡിൽ തയ്യാറാക്കുന്നത്. ഇൻസ്റ്റൻ്റ് ആയിട്ട് ഫാറ്റ് ഫ്രീ ആയിട്ടുള്ള ഒരു ഫ്ലഫി ബനാന പാൻകേക്കാണ്. അതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് ഇത് 1.25 കപ്പ് ഗോതമ്പ് മാവ് കൊണ്ടാണ്, 2 ചെറുപഴമുണ്ട്, പിന്നെ 3 ടേബിൾ സ്പൂണ് ഷുഗറുണ്ട്, 2 മുട്ട, ബേക്കിംഗ് പൗഡർ 2.5 ടീസ്പൂണ്, പാല് 1.25 കപ്പുമാണ് ഇതിനുള്ള ആവശ്യമായിട്ടുള്ള ഇൻഗ്രീഡിയൻസ്. ഇത് ആദ്യമായിട്ട് ഈ ഗോതമ്പ് മാവ് ഇത് 1.5 കപ്പുണ്ട്, അതും 2.5 ടീസ്പൂണ് ബേക്കിംഗ് പൗഡറൂടെ ലെവലായിട്ട് എടുക്കണം. ബേക്കിംഗ് പൗഡർ 2.5 ടീസ്പൂണ് ബേക്കിംഗ് പൗഡറും കൂടെ ഒന്ന് അരിച്ചു വെക്കണം. പിന്നെ ഇതിലേക്ക് 1/4 ടീസ്പൂണ് ഉപ്പ് ചേർക്കണം. ഈ ഗോതമ്പ് മാവിന് 1/4 ടീസ്പൂൺ മതിയാവും ഉപ്പ്. പിന്നെ 3 ടേബിൾ സ്പൂണ് പഞ്ചസാര ചേർക്കണം. കൂടുതൽ മധുരം വേണമെങ്കിൽ കൂടുതൽ ചേർക്കാം. ഈ 3 ടേബിൾ സ്പൂണ് മതിയാവും. പിന്നെ അതവിടെ ഇരിക്കട്ടെ. ഈ ബനാന നമുക്ക് ഒന്ന് മാഷ് ചെയ്തെടുക്കണം. കട്ട് ചെയ്തിട്ട് ഇടാം. ഫാറ്റ് ഫ്രീ ആണ്. നമ്മൾ ഓയിലോ ബട്ടറോ ഒന്നും ചേർക്കുന്നില്ല. അതുകൊണ്ട് ഫാറ്റ് ഫ്രീ ആണ്. ഇൻസ്റ്റൻ്റായിട്ട് തയ്യാറാക്കാവുന്നതാണ്. നരച്ചെടുക്കുകയാണ്. അരച്ചും എടുത്തു. നമുക്ക് ഈ മുട്ട ഒന്ന് ബീറ്റ് ചെയ്യണം. 2 മുട്ട 2 മുട്ട 2 പഴത്തിന് 2 മുട്ട അങ്ങനെയാണോ? അങ്ങനെ ഇല്ല, 1 മുട്ടയാണെങ്കിലും മതി. ഞാൻ ഇച്ചിരി കൂടെ ഫ്ലഫി ആകാൻ വേണ്ടിയിട്ടാണ് 2 മുട്ട ഉപയോഗിച്ചത്. മുട്ടയൊന്ന് ബീറ്റ് ചെയ്യാം. ഇനി അരച്ചു വെച്ചിരിക്കുന്ന പഴം കൂടെ ചേർക്കുക. പിന്നെ നമ്മൾ ബേക്കിംഗ് പൗഡറും ചേർത്തിട്ടുണ്ട്. അതുകൊണ്ട് നല്ല ഫ്ലഫി ആയിട്ട് വരും. ചേർത്തു. ഇതിലേക്ക് പാല് ചേർക്കണം. ഇത് ഗോതമ്പ് മാവ് 1.5 കപ്പാണ്. അത് ചേർത്തിട്ട് പിന്നെ